സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരാണോ എന്ന് പരിശോധിക്കണം. നമ്മൾ എപ്പോഴും സന്തോഷത്തിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കണം, സുഖത്തിൽ സന്തോഷിക്കുന്നവർ ആയിരിക്കണം. പൗരാണിക ഭാരതം പറയുന്നത് സുഖം ആണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. സുഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവർ ആയിരിക്കണം. സുഖത്തിൽ സന്തോഷം കണ്ടെത്തുന്നവന്റെ മൈൻഡ് പണം നേടൂ. നമ്മൾ മൈൻഡാണ്, ബ്രെയിൻ ബ്രെയിൻ. അപ്പം ഇതൊക്കെ നിങ്ങൾ ഓരോ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഇപ്പൊ ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ പറയാ, ഞാൻ നേടും, എനിക്ക് നേടണം, ഞാൻ പണം നേടും എന്നൊക്കെ പറയുമ്പോൾ നമ്മിലെ ആ നേടുന്ന അവയവത്തിനെ നാം വ്യക്തമായി ഒന്ന് മനസ്സിലാക്കണം. അത് ബ്രെയിനാണ്. അത് കണ്ണോ മൂക്കോ നാക്കോ ലിവറോ അല്ല, ബ്രെയിനാണ്. അപ്പൊ ബ്രെയിൻ നമുക്കായി അത് നേടണമെങ്കിൽ, ആ പണം നേടുന്ന ദിശയിലേക്ക് നാം അറിയാതെ നമ്മുടെ ബ്രെയിൻ നമ്മെ നയിക്കണമെങ്കിൽ നാം സുഖം തേടുന്ന, സന്തോഷം തേടുന്ന വ്യക്തിയായിരിക്കണം. പലപ്പോഴും എല്ലാവരും ചിന്തിക്കും, എല്ലാവരും സന്തോഷമല്ലേ തേടുന്നത് സാറിന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ല, കണ്ണീർ സീരിയലുകൾ കാണുന്നവർ നിങ്ങൾ എല്ലാവരും വേണമെങ്കിൽ മയക്കുന്ന കണ്ണീർ സീരിയലുകൾ കാണുന്നവരുടെ മൈൻഡ് അങ്ങനെയാണോ? അവരെന്താ തേടുന്നത്? അവരെവിടെയാ സുഖം കണ്ടെത്തുന്നത്? കണ്ണീർ സീരിയലുകൾ കണ്ട് കരഞ്ഞ് ആസ്വദിക്കുന്നവർ. അവർ ആ കരച്ചിലാണ്. അവർക്ക് എല്ലാ ദിവസവും ആ സെന്റി സീനുകളില്ലെങ്കിൽ അവർക്ക് ഉറങ്ങാൻ കഴിയില്ല. ആ സെന്റി സീനുകൾ കണ്ട് അവർക്കിനെ ദുഃഖിക്കണം. ഇപ്പം വേറെ ചില ക്ലാസ് ഉണ്ട്, അവർക്ക് അതൊന്നും വേണ്ട. അവർക്ക് എപ്പോഴും ജസ്റ്റ് എൻജോയ് ദ ലൈഫ്. അവരിലേക്ക് പണം കുമിഞ്ഞു കൂടും. കാരണം അവൻ എൻജോയ് ദ ലൈഫ്. അവന് ഈ കണ്ണീര് പരിപാടി, വഴക്ക്. അപ്പം ചിലർക്ക് കണ്ണീരാണെങ്കിൽ അതിന് പല വേർഷൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ ചിലർക്ക് ഗുണ്ടായിസം ആയിരിക്കാം, ചിലർക്ക് ഇറിറ്റേഷൻ മൂഡായിരിക്കാം. അവരങ്ങനെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുന്നതിൽ അവർ സുഖം കണ്ടെത്തും. പിന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി വളരെ കോലാഹലങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ പല പല ക്യാരക്ടേഴ്സ് ഉണ്ട് ലോകത്തില്. അപ്പൊ അതില് നമ്മൾ ഏത് ക്യാരക്ടറാണ് നമുക്കൊരു ബോധം ഉണ്ടാവണം. നമ്മളെപ്പോഴും സന്തോഷത്തിൽ ആനന്ദിക്കാനും നമുക്ക് ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവനാണോ? രക്ഷപ്പെട്ടു നിങ്ങൾ.